പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ബോഡി അവെയർനെസ്, ബോഡി കണക്ഷനെ പറ്റിയായിരുന്നു പറഞ്ഞത്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ തുടർച്ചയാണിത്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ബോഡി അവെയർനെസ്സും അല്ലെങ്കിൽ ബോഡി കണക്ഷനും നിങ്ങളെ ഹെൽത്തും നിങ്ങളെ ആരോഗ്യവുമായിട്ട് ഉള്ള ബന്ധത്തെ പറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബോഡി അവെയർനെസ്സും നിങ്ങളെ ഹെൽത്തുമായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഞാൻ അവിടെ പറയുന്നത്. പോയിൻറ്റ്സ് ആയിട്ട് തന്നെയാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഭക്ഷണമോ ഒരു പാനീയമോ നിങ്ങൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എനർജറ്റിക്കലി കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിൻ്റേതായ കോൺഷ്യസ്നെസ് ഉണ്ട്, അവെയർനെസ് ഉണ്ട്, അതിൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണമോ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ആ ഒരു പാനീയമോ അല്ലെങ്കിൽ എന്താണ് അത് ശരീരത്തിന് വേണോ എന്ന് ശരീരത്തിനോട് ചോദിക്കുക. ഒരിക്കലും ഒരു ഭക്ഷണമോ ഒരു പാനീയമോ നിങ്ങൾ ഭയം കൊണ്ട് കഴിക്കാതിരിക്കുക. അമിതമാകുന്ന ശ്രദ്ധയും ഓവറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒരു അവെയർനെസ് ഇല്ലാത്തതും രണ്ടും ആപത്താണ്. എവറിതിങ് ഈസ് കോൺഷ്യസ്നെസ്, എവറിതിങ് ഈസ് എനർജി. നിങ്ങളൊരു ഭക്ഷണത്തെ ഇന്നിപ്പോൾ ഒരുപാട് പേര് ഡയറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ പല ഷുഗർ കട്ട് അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. എല്ലാം നല്ലതൊക്കെ തന്നെ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അത് നിങ്ങൾ ഫോണിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ന്യൂട്രീഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനറോ പറഞ്ഞതിനപ്പുറം നിങ്ങളുടെ ശരീരത്തിന് ആ കഴിക്കാൻ പോകുന്ന ആ ഒരു ഡയറ്റോ ആ ഒരു രീതിയോ ശരീരത്തിന് നല്ലതാണോ, ശരീരത്തിനോട് ഞാൻ ഇത് തിരഞ്ഞെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഡയറ്റ് മെത്തേഡുകളുണ്ടല്ലോ, ഒരുപാട് കീറ്റോ ഡയറ്റ്, അത് ഇത് ഒരുപാടുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമാകുന്നതാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇനി മുതൽ ചോദിക്കണം. ഞാൻ പണ്ട് എവിടുന്നോ കേട്ടൊരു ചൊല്ലുണ്ട്, മർമ്മം പഠിച്ചൊരു വ്യക്തിക്ക് ആനപ്പുറത്ത് കയറാൻ പറ്റില്ല. അതായത് മർമ്മം എന്ന അല്ലെങ്കിൽ മർമ്മവിദ്യ പഠിച്ചൊരു വ്യക്തിക്ക്, അതായത് ഒരു പോയിന്റിലേക്ക് ചൂണ്ടിയോ നോക്കിയോ ആ ഒരു വ്യക്തിയെ ആ ഒരു മൃഗത്തെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വിദ്യ പഠിച്ച വ്യക്തിക്ക് ആനപ്പുറത്ത് കയറാൻ ഒരിക്കലും പറ്റില്ല. കാരണം കയറുമ്പോൾ അദ്ദേഹം കാണുന്നത് മർമ്മ പോയിന്റ്സ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ഈ യൂട്യൂബിൽ നിങ്ങൾ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണുന്നത്, അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ആ അസുഖത്തെ കൂടുതൽ ആകർഷിക്കുകയായിരിക്കും ചെയ്യുക. ഈ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമോ എന്തെങ്കിലും വന്നാൽ ഒരുപാട് വീഡിയോസ് കാണും, അതല്ലെങ്കിൽ മക്കൾക്ക് എന്ത് കൊടുക്കണം അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് കാണും. പലപ്പോഴും അതൊരു ഭയത്തെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കപ്പോൾ അറിവ് വേണ്ടേ? അറിവ് വേണം, അറിവ് എസെൻഷ്യലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന അറിവിൻ്റെ ലോകത്താണ്. ഇന്നിപ്പോൾ AI-യും എല്ലാം അറിവ് പണ്ടത്തെക്കാളും എത്രയോ പെട്ടെന്ന് കിട്ടുന്ന ലോകത്താണ് നിൽക്കുന്നത്. അറിവല്ല അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ അറിവല്ല പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നത്. അറിവിൻ്റെ ഒപ്പം ഇൻ്റലിജൻസ് എന്നൊരു കാര്യം കൂടുമ്പോഴാണ്. ഇൻ്റലിജൻസ്, നിങ്ങളുടെ ശരീരത്തിൻ്റെതായ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, അതും വേണം. അറിവല്ല, ഇൻ്റലിജൻസ് ആണ് നിങ്ങളിലേക്ക് പല ഹീലിങ്ങും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാം. സോ അമിതമായി കെയർ ചെയ്ത് അമിതമായ ഭയത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണത്തെ കയറി പെർസീവ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു അവെയർനെസ് ഇല്ലാതെ, നിങ്ങളുടെ ശരീരത്തിന് എത്രയും ആവശ്യമുണ്ടെന്ന് പോലും നിങ്ങൾ അവെയർ ഇല്ലാതെ നിങ്ങളൊരു വികാരത്തിൻ്റെ, നിങ്ങളൊരു ആർത്തിയുടെ പുറത്ത് നിങ്ങൾ ഒരുപാട് ആ ഒരു ഭക്ഷണമോ ആ ഒരു ഇത് നിങ്ങൾ കഴിക്കരുത്. അതും പ്രശ്നമാണ്. ബോഡി അവെയർനെസ്സിൽ നിൽക്കുന്ന സമയത്ത് ശരീരമായിട്ട് നിങ്ങളൊരു കണക്ഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം ശരീരത്തിന് ഇത്ര മതി, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ആ ശരീരത്തിന് വേണ്ട. ആ ഒരു സ്പേസിൽ നിങ്ങൾ എപ്പോഴും നിൽക്കാൻ നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബാക്ക് പെയിനോ എന്തെങ്കിലും ഒരു പെയിൻ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറേ നാളായി നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണുന്നു, നിങ്ങൾ ചികിത്സ തേടുന്നു, നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നും വലിയ കുഴപ്പങ്ങളില്ല, പക്ഷെ നിങ്ങൾക്ക് ആ വേദനയൊന്നും വിട്ടു പോകുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രശസ്തരായ ഡോക്ടറെ കണ്ടു, എന്നിട്ടും ആ ഒരു പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങളുടെ ശരീരത്തിനോട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിനോട് ചോദിക്കുക. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ചികിത്സാ രീതികളുണ്ട്, ഇവിടെ എനർജറ്റിക്കലി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് ഏതൊരു വ്യക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ്, ഒരു ഊർജ്ജത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ശരീരത്തിന് ഹീലാവാം. അങ്ങനെയുള്ള വ്യക്തികളെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ
നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു രോഗത്തിൻ്റെയോ ആ വേദനയുടെ കാരണം കണ്ടെത്താൻ സഹായിക്കുന്ന, ആ ഒരു ഹീലാക്കാൻ സഹായിക്കുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ കണ്ടെത്താൻ ശരീരത്തിനോട് ആവശ്യപ്പെടാം. അതെങ്ങനെ ശരീരം കാണിച്ചു തരും, അതെങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങൾ ലോജിക്കലി ചിന്തിക്കേണ്ട. ശരീരത്തിനോട് ചോദിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? യൂണിവേഴ്സിനോട് ചോദിക്കുന്നു, വിട്ടുകളയുന്നു, ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്നു. യൂണിവേഴ്സ് ബാക്കി വഴി നോക്കിക്കോളും. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളുടെ ശരീരത്തിന് മൂവ്മെൻറ്റ്സ്, എക്സസൈസ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ്സ് എപ്പോഴും അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ ജിമ്മിൽ പോവും, യോഗയ്ക്ക് പോവും, ഇവിടെ ഗുസ്തി ഉണ്ട്, MMA ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല ആയോധന രീതികളുണ്ട്, പല എക്സസൈസ് രീതികളുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് ഏത് വഴിയാണ്, എൻ്റെ ശരീരത്തിന് മൂവ്മെൻറ്റ് ചെയ്യാൻ ഏത് വഴിയാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ശരീരമായിട്ട് ഒത്തുപോവുക, അത് ചൂസ് ചെയ്യുക. ആ ശരീരത്തെ ഒരിക്കലും പണിഷ് ചെയ്യരുത്. നിങ്ങളുടെ ശരീരമായിട്ടൊരു യുദ്ധം നടത്തരുത്. നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ആവണം, മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഫിറ്റ് ആവണം. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നെല്ലാം നമ്മൾ പെർസീവ് ചെയ്ത ഒരുപാട് സൗന്ദര്യത്തെപ്പറ്റി, ഫിറ്റ്നസ്സിനെ പറ്റി, ഹെൽത്തിനെ പറ്റി ഒരുപാട് കാഴ്ചപ്പാടുകളും ഒരുപാട് ബിലീഫ്സ് ഉണ്ടാവും. ഇതിനെയെല്ലാം ആദ്യം ഒന്ന് റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. ശരീരത്തിന് ഏത് മൂവ്മെൻ്റ് ആണ് വേണ്ടതെന്ന് ചോദിക്കുക. നിങ്ങൾ ഇഷ്ടത്തോടൊരു കാര്യം ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോൾ ഒരു വ്യക്തിക്ക് വളരെ ഡാൻസ് കളിക്കാൻ വളരെ ഇഷ്ടം. ആ വ്യക്തിക്ക് വേണ്ടി ഡാൻസ് വേണമെങ്കിൽ എക്സസൈസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അദ്ദേഹം അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്, അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തോന്നുന്നത്. ചിലവർക്ക് MMA ചില ഫൈറ്റിംഗ് മുറകളൊക്കെ ആയിരിക്കും ഇഷ്ടം. അവർക്ക് അതായിരിക്കും എക്സൈറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിക്കും അത് എക്സൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏത് മൊമെൻ്റാണ് വേണ്ടത് നിങ്ങളുടെ ശരീരത്തിനോട് ചോദിച്ച് നിങ്ങളും ശരീരം തമ്മിലൊരു സിങ്കോണൈസേഷൻ വരുന്ന സമയത്ത് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കുക, എൻ്റെ ശരീരത്തിനൊരു കോൺട്രിബ്യൂഷൻ ആവാൻ, എൻ്റെ ശരീരത്തിന് അനുയോജ്യമാകുന്ന, എൻ്റെ ശരീരത്തിന് ബെറ്റർ ആവാൻ ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തരൂ, ഒരു ട്രെയിനറെ എനിക്ക് കാണിച്ചു തരൂ. എനിക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന, എൻ്റെ ശരീരത്തെ ബെറ്റർ ആകുന്ന ഏത് സ്ഥലം, ഏത് സ്ഥാപനം, ഏത് വ്യായാമ രീതി ഞാൻ തിരഞ്ഞെടുക്കണം, ഞാൻ എവിടേക്ക് പോകണം. ശരീരത്തിനോട് ജസ്റ്റ് ചോദിക്കുക. ഉത്തരത്തെപ്പറ്റി ചിന്തിക്കേണ്ട. ഉത്തരം വരും ദിവസങ്ങളിൽ, നിങ്ങൾ ചോദിക്കുന്ന വരും ദിവസങ്ങളിൽ തന്നെ വരും. പല സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, പല രീതിയിലും വരും. അവസാന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല വേദനകൾ, ഇന്നൊരു ഭാഗത്തെ വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പല ഭയങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും, കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയ പലതും നിങ്ങളുടെ ബോഡിയിൽ രജിസ്റ്റർ ചെയ്ത പോലെയാണ്. ഒരു ബോഡി മെമ്മറി ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊരു കാര്യത്തെ ഭയമുണ്ട്, നിങ്ങളുടെ മനസ്സിനറിയാം എന്തിനാണ് ഞാനതിനെ ഭയക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ശരീരം അതിനേക്കാൾ മുമ്പ് ആ ഭയത്തിൻ്റെ സെൻസേഷൻ വരും. നിങ്ങളുടെ ശരീരം ചിലപ്പോൾ ചൂടാവാം, കൈകൾ വിറയ്ക്കാം, നിങ്ങളുടെ ശരീരം ഹാർട്ട് ബീറ്റ് കൂടാം, പാനിക്കാവാം. ഇത് നിങ്ങളുടെ മനസ്സിനറിയാം എന്തിനാണ് ഞാൻ ഭയക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇതിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടത്. പക്ഷെ നിങ്ങളെ ശരീരം അനുവദിക്കുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ഒരുപാട് ടെസ്റ്റ് എടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു വേദന പോകുന്നില്ല. ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ബാക്ക് പെയിൻ പോകുന്നില്ല, കുറേ നാളായി ബാക്ക് പെയിൻ ഉണ്ട്, അതല്ലെങ്കിൽ ഇന്നൊരു ഭാഗത്ത് ഇന്നൊരു വേദനയുണ്ട്, ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു, ഇതൊന്നും വർക്കാവുന്നില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അനുഭവിക്കുന്ന പല അസുഖങ്ങൾക്കും പലതും ഒരു 90% മുകളിലുള്ള എല്ലാ അസുഖങ്ങളും നിങ്ങളുടെ മൈൻഡിൽ നിന്ന്, നിങ്ങളുടെ ഇമോഷനിൽ നിന്ന്, നിങ്ങളുടെ പല വിശ്വാസങ്ങളിൽ നിന്ന്, പലതിൽ നിന്നും ക്രിയേറ്റ് ആക്കുന്നതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു ബുക്കുണ്ട്, ലൂയിഹയുടെ യു ക്യാൻ ഹീൽ യുവർ ബോഡി എന്നുണ്ട്. അതൊരിക്കലെങ്കിലും വായിച്ചിരിക്കണം. അതിമനോഹരമാകുന്ന നിങ്ങളെ ഓരോ അസുഖങ്ങൾക്കും ഓരോ എനർജറ്റിക് പാറ്റേൺ ഉണ്ട്. നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളൊരു കുടുംബത്തിൻ്റെയോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ട്, ഞാനാണ് ഈ കുടുംബത്തെ വഹിക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഭാരമാണ്. അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാക്ക് പെയിൻ റീസൺ ആവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തെ ഒരു ഗിൽറ്റ് ഉണ്ട്, എന്തെങ്കിലും കഴിഞ്ഞ കാലം ചെയ്തൊരു മിസ്റ്റേക്കിൻ്റെ പുറത്തുള്ള ഒരു ഗിൽറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഓടുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ബാക്ക് പെയിന് കാരണമാവാം. ജസ്റ്റ് എക്സാമ്പിൾസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓരോ വേദനകൾക്കും ഓരോ ഭാഗത്തിലും
നിങ്ങളുടെ മൈൻഡുമായിട്ട് നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസ രീതികളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബോധത്തിലും ഉപബോധത്തിലും നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിങ്ങൾ കിടക്കുന്ന സമയത്തും അപ്പോൾ ഫോം ചെയ്യുന്നതും ഇനി അതിനു മുമ്പ് ഈ ജനനത്തിന് മുമ്പുള്ള ആ ഒരു ലൈഫ് ടൈമിലുള്ള നിങ്ങൾ ശേഖരിച്ച പലതും എല്ലാം ഇവിടെ നിങ്ങളുടെ മൈൻഡും നിങ്ങൾ ഈ ബോഡിയായിട്ട് കണക്റ്റഡ് ആണ്. എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്ന് പറയുന്ന പോലെ നിങ്ങളപ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദനയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു തോട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് ജസ്റ്റ് ടച്ച് ചെയ്ത് നിങ്ങൾ ചോദിക്കുക, എന്താണ് ഇതിൻ്റെ എനർജറ്റിക് റീസൺ? ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ എനർജറ്റിക് റീസൺ എന്താണെന്ന് ചോദിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ശരീരമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിനോടൊന്ന് ഫോർഗിവ്നെസ് ഒക്കെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കുക, എനർജറ്റിക് റീസൺ എന്താണ്? ഞാൻ ആ ഒരു എനർജറ്റിക് ആയ ആ കാര്യത്തെ, ആ ഒരു ബർഡനെ ഞാൻ എങ്ങനെ റിലീസ് ചെയ്യാം? ഞാൻ എന്തെല്ലാം ഹീലിങ്സ് അല്ലെങ്കിൽ എന്തെല്ലാം ഏത് രീതിയിലുള്ള ഹീലിങ്സ് ഞാൻ തിരഞ്ഞെടുക്കാം? ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്താൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ പോലെ ഒരുപാട് ലക്ഷക്കണക്കിന് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഹീലിംഗ് ആയിക്കോട്ടെ, പലതരം വഴികളുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് അനുയോജ്യമാകുന്ന കാര്യത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു ഹീലിംഗ് മൊഡാലിറ്റി കണ്ടു, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തി പറഞ്ഞു ഇന്നൊരു മെഡിറ്റേഷൻ ചെയ്താൽ ആ ഒരു വ്യക്തിയുടെ അസുഖങ്ങൾ മാറി, പലതും മാറി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കുക, ഇത് ഞാൻ തിരഞ്ഞെടുക്കണോ? അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോയിൽ ഈ ഒരു മെഡിറ്റേഷൻ എനിക്കുള്ളതാണോ? ചിലപ്പോൾ അത് മറ്റൊരു വ്യക്തിക്കായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ഊർജ്ജത്തെ തിരഞ്ഞെടുക്കുക. ട്രസ്റ്റ് യുവർ ബോഡി, ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ. നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കൂ. ശരീരം പറയുന്ന വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ മനസ്സ് പറയുന്ന ജൽപ്പനകളെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ കുറേ ഇമാജിനേഷൻ ഉണ്ടാവും, അതിനെ പോലും കേൾക്കണ്ട. നിങ്ങളുടെ ശരീരം പറയുന്ന കേൾക്കൂ. ശരീരത്തിനോട് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടാൽ മതി. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി, ശരീരമേ ഇതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഇതിനെ എങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഹീലാക്കും? ചിലപ്പോൾ ഇറ്റ് ടേക്ക് സമയം, ചിലപ്പോൾ ഒരു ടൈം വേണ്ട വരാം. ചിലപ്പോൾ അത് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് ചില സമയം വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാതിരിക്കാം. അതും ശരീരത്തിനോട് ചോദിക്കുക, ശരീരത്തിനോട് റിക്വസ്റ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു. ഇതിലെല്ലാം കോമൺ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളെ ശരീരത്തിനോട് ചോദ്യം ചോദിക്കുക. നിങ്ങളെ ശരീരത്തിനോട് കാണിച്ചു തരാൻ പറയുക. നിങ്ങളെ ശരീരത്തിനോട് ഒരു വ്യക്തിയോട് ചോദിക്കുന്ന പോലെ ശരീരത്തിനോട് അത് എപ്പോൾ കിട്ടും, അതല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും, നീ എന്താ ഇങ്ങനെ, അതല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ ഒരുപാട് നിങ്ങളെ വിഷമങ്ങൾ, നിങ്ങളെ ബ്ലെയിംസ്, അതൊന്നും പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾ ആ പ്രശ്നത്തെയോ അല്ലെങ്കിൽ ശരീരത്തെയോ വേഴ്സാക്കരുത്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും റിലീസ് ചെയ്യുക. മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ഇതിനെല്ലാം നിങ്ങളൊരു ഡീപ് ബ്രെത്തോടെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങളെ ശരീരത്തിനോട് ചോദിക്കുക. ആ ശരീരത്തെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു വേദനയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയമുണ്ട്, ശരീരമേ പെട്ടെന്ന് മാറ്റൂ, അങ്ങനെയല്ല. ശരീരത്തിന് ചിലപ്പോൾ സമയം വേണ്ടായിരിക്കാം. ആ ശരീരത്തിന് ആ സമയം കൊടുക്കുക. ശരീരത്തെ ഒരിക്കലും വേഗം കാണിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തിന് റിലാക്സേഷൻ കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജങ്ങളെ കൊടുക്കുക. ആ സൺലൈറ്റിനിടയ്ക്ക് പെർസീവ് ചെയ്യുക. 5 എലിമെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിക്കുക. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ശരീരം അതിമനോഹരമായി ഹീലാവുന്നതും, നിങ്ങളുടെ ശരീരം നിങ്ങളോട് ഉത്തരങ്ങൾ പറയുന്നതും, ശരീരം നിങ്ങൾക്ക് ഓരോ നിമിഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും നിങ്ങൾക്ക് വ്യക്തമായി കാണാം.